ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഗാർഡനിൽ കുറേയധികം നിറങ്ങളിൽ പൂക്കുന്ന ബോഗൺവില്ല ചെടികളുണ്ട്. അവയെല്ലാം പൂത്തു കഴിഞ്ഞു. ബോഗൺവില്ല ചെടികളെ പ്രൂൺ ചെയ്ത് വളം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതൊരു വീഡിയോ ആയി ചെയ്ത് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഗ്രീൻ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബോഗൺവില്ല ചെടികൾ പ്രൂണിങ് ചെയ്യുന്ന വീഡിയോകൾ ഒട്ടനവധിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഞാൻ എൻ്റെ രീതിയിൽ നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന ഈ ബോഗൺവില്ല ചെടികൾ പ്രൂണിങ് ചെയ്ത വീഡിയോ ആണിത്. ചെടിയുടെ ശീലങ്ങളെല്ലാം ഞാൻ മുറിച്ച് മാറ്റുന്നുണ്ട്. ഹാർഡ് പ്രൂണിങ്ങാണ് ഞാൻ ചെയ്യുന്നത്. മഴക്കാലമായതിനാൽ ഹാർഡ് പ്രൂണിങ് ചെയ്താൽ ചെടികൾ നശിച്ചു പോകാതെ തളർത്തു വരും. വേനൽക്കാലത്ത് ചെടികളിൽ സോഫ്റ്റ് പ്രൂണിങ്ങാണ് ചെയ്യേണ്ടത്. പ്രൂണിങ് കഴിഞ്ഞു. ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന പാഴ്ചെടികൾ പിഴുതു മാറ്റാം. ഈ പാഴ്ചെടികൾ നിന്ന് കഴിഞ്ഞാൽ വളമിടുമ്പോൾ അത് നന്നായി വളരുകയും ചെടിക്ക് വളം കിട്ടാതെയുമാകും. അതിനുശേഷം കുറച്ച് സാഫ് എടുത്ത് ഈ കട്ട് ചെയ്ത ഭാഗത്ത് പുരട്ടി കൊടുക്കാം. ഇത് ചെടി ഉണങ്ങാതെ നിലനിർത്തും. കൂടാതെ തന്നെ ഇതിൽ ഫംഗസിൻ്റെ അസുഖങ്ങളൊന്നും വരില്ല സാപ്പ് പുരട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ മേൽമണ്ണ് കുറച്ച് നമ്മൾ ഇളക്കി മാറ്റുന്നുണ്ട്. മേൽമണ്ണിൽ പാഴ്ചെടികളുടെ വേരുകളുണ്ടെങ്കിൽ അതും നമുക്ക് ഇളക്കി മാറ്റുമ്പോൾ മാറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വേരുകളൊക്കെ ഉണ്ട്, അതെല്ലാം പറക്കി നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ബൗളെടുത്തിട്ട് ഈ കുറച്ച് മണ്ണ് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. ബോഗൺവില്ല ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം കിട്ടേണ്ട സ്ഥലത്താണ് വയ്ക്കേണ്ടത്. എന്നാലേ അധികം പൂക്കുകയുള്ളൂ. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു ചെടിയാണ്. ഇതേപോലെ മാറ്റിയതിന് ശേഷം കുറച്ച് എല്ലുപൊടി, ഞാനിവിടെ 1 ഗ്ലാസ് എല്ലുപൊടിയാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ 1 ഗ്ലാസ് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ NPK 19-19-19 ഞാനിതിൽ കുറച്ചിടുന്നുണ്ട്. ചെടികൾ പൊടിച്ചതിന് ശേഷം ഈ NPK 19-19 എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എടുത്ത് കലക്കി ചെടികളിൽ തളിച്ചും കൊടുക്കണം. എന്നാൽ നല്ല പൂക്കുകയുള്ളൂ. ഈ 3 മിശ്രിതം ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക. ശേഷം ആ ചെടിയുടെ ചെടിക്കകത്ത് ഇനി 1/2 കപ്പാണ് എടുത്തിട്ടുള്ള 1 പിടി ഒക്കെ എടുക്കുക. എന്നിട്ട് മാറ്റി വച്ചിരുന്ന ആ മണ്ണ് തിരികെ ചെടിച്ചട്ടിയിൽ ഫില്ല് ചെയ്തിടുക. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ദിവസം മഞ്ഞത്ത് വെച്ചതിന് ശേഷം നേരിട്ട് മഴ ചെടിച്ചട്ടിക്ക് വീഴാത്ത ഭാഗത്ത് മാറ്റിവെച്ച് പൊടിപ്പിച്ചെടുക്കുക. പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞു. ഹാർഡ് പ്രൂണിങ്ങാണ് ഞാൻ ചെയ്തത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗ്രീൻ ലൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.